സംസ്ഥാനത്ത് KSRTC പെൻഷൻകാർ നേരിടുന്നത് കടുത്ത അവഗണന. കഴിഞ്ഞ 13 വർഷമായി പെൻഷൻ പരിഷ്കരണം KSRTCയിൽ മാത്രം നടപ്പിലാക്കിയിട്ടില്ല. 45,000-ഓളം പെൻഷൻകാരിൽ ഭൂരിഭാഗവും കൈപ്പറ്റുന്നത് തുച്ഛമായ തുക. ക്ഷേമാശ്വാസവും നടപ്പിലാക്കുന്നില്ല. ഓണത്തിന് നൽകുന്ന ഫെസ്റ്റിവൽ അലവൻസ് കഴിഞ്ഞ 6 വർഷമായി KSRTC പെൻഷൻകാർക്ക് മാത്രം കിട്ടുന്നില്ല. 1,350 രൂപ മാത്രം വാങ്ങുന്ന പെൻഷൻകാർ പോലും KSRTCയിൽ ഇപ്പോഴുമുണ്ട്. റിപ്പോർട്ടിലേക്ക്. 2011 KSRTCയിൽ അവസാനമായി പെൻഷൻ പരിഷ്കരണം നടപ്പാക്കിയത്. അതിനുശേഷം 2016-ലും 2021-ലും പരിഷ്കരണം നടപ്പാക്കിയെങ്കിലും KSRTCയിലെ പെൻഷൻകാരെ മാത്രം ഒഴിവാക്കുകയായിരുന്നു. അടിസ്ഥാന പെൻഷനും ക്ഷാമാശ്വാസവും മെഡിക്കൽ അലവൻസും ചേർത്താണ് പെൻഷൻ തുകയായി കിട്ടുന്നത്. ഇതിൽ 2016 മുതൽ ക്ഷാമാശ്വാസം ഇവർക്ക് ലഭിക്കുന്നില്ല. അതിനാൽ വർഷങ്ങളോളം KSRTCയിൽ വളയം പിടിച്ച പലരും വളരെ തുച്ഛമായ തുകയാണ് പെൻഷനായി കൈപ്പറ്റുന്നത്. സംസ്ഥാനത്ത് 45,000-ഓളം പെൻഷൻ വാങ്ങുന്നവരിൽ 30,000-ഓളം പേരും ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരാണ്. ഇവർക്ക് 10,000-ൽ താഴെയാണ് പെൻഷൻ. അതായത് 3,000, 5,000, 7,000 ഇങ്ങനെ പോകുന്നു പലരുടെയും പെൻഷൻ തുക. ഓഫീസർ റാങ്കിൽ വിരമിച്ച വളരെ കുറച്ചുപേർ മാത്രമാണ് 20,000-ന് മുകളിൽ പെൻഷൻ കൈപ്പറ്റുന്നത്. ഓണത്തിന് നൽകുന്ന ഫെസ്റ്റിവൽ അലവൻസ് എല്ലാ മേഖലയിലും നൽകുമ്പോഴും കഴിഞ്ഞ 6 വർഷമായി KSRTC പെൻഷൻകാരെ മാത്രം ഒഴിവാക്കുന്നു. മിനിമം സർവീസ് 10 വർഷം പൂർത്തിയായില്ല എന്ന കാരണത്താൽ എക്സ് ഗ്രേഷ്യ വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോഴും വാങ്ങുന്നത് 1,350 രൂപ മാത്രമാണ്. ഇവരിൽ പലരുടെയും സർവീസ് 16 വർഷത്തിനു മുകളിലാണ് എന്നതും ശ്രദ്ധേയം. 2017 മുതൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ചാണ് സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നത്. പെൻഷൻ പരിഷ്കരണവും ക്ഷാമാശ്വാസവും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുകയാണ് ഈ വയോജനങ്ങൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് KSRTCയിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 34 പേർ ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് കാട്ടാക്കടയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതാണ് അവസാനമായി പുറത്തു വന്ന വാർത്ത. പലർക്കും മരുന്ന് വാങ്ങാൻ പോലും തികയുന്നില്ല ഈ തുച്ഛമായ തുക. ഇവർക്ക് പറയാൻ ഉള്ളത് എന്താണെന്ന് നോക്കാം. 12 വർഷമായി നമുക്ക് 1,350 രൂപയാണ് കിട്ടുന്നത് ഗ്രേഷ്യ പെൻഷൻ. അതുകൊണ്ട് മരുന്ന് വാങ്ങിപ്പോൾ നടക്കില്ല. ഒരു മാസം മരുന്ന് വാങ്ങിക്കണമെങ്കിൽ 7,000 രൂപ. മക്കളെ സഹായം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. വേറെ ഒരു പെൻഷനും ഇല്ല. ഇതിൻ്റെ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. 3,300 രൂപ, 3,200 രൂപ. ഒരു സർവീസ് 26 വർഷം സർവീസ് ഞങ്ങൾക്ക് കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പൈസ കുറച്ചാണ് തരുന്നത്. 20-22 കൊല്ലമായി. സമയത്ത് കിട്ടില്ല. വലിയ ബുദ്ധിമുട്ട്. 3 പ്രാവശ്യം അറ്റാക്ക് രോഗിയായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവൃത്തിയില്ല. ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു നിവൃത്തിയില്ല. അതായത് ക്ഷേമ പെൻഷൻ 1,600 രൂപ ഉള്ളപ്പം ഇവിടെ 10 കൊല്ലം സ്ഥിരം സർവീസ് ഇല്ല എന്ന കാരണത്താൽ എക്സ് ഗ്രേഷ്യ പെൻഷൻകാരാക്കിയിട്ടുള്ള കുറേ 2,000-ഓളം ആളുകളുണ്ട്. അവർക്ക് 1,350 രൂപയാണ് കിട്ടുന്നത്. എല്ലാവരും രോഗികളാണ്. ഈ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗവും മരുന്ന് വാങ്ങാൻ വേണ്ടി മാത്രമേ കഴിയുന്നുള്ളൂ. എത്ര കാലം ഈ മക്കളെയൊക്കെ ആശ്രയിച്ച് കഴിയും? വീട്ടിൽ ഭാര്യ സുഖമില്ലാതെ ഒരു മുട്ടൊക്കെ മാറ്റിവെച്ച് ഗുളികയ്ക്ക് മാത്രം 10 രൂപയ്ക്കകത്ത് മാസമാവുന്നു. ദയനീയാവസ്ഥയിലാണ്. ഈ പൈസ പോലും സമയത്ത് അവർ തരുന്നില്ല. അതിഥി തൊഴിലാളികൾക്ക് അവർക്ക് കൊടുക്കുക 1,000 രൂപ. ഈ സർക്കാരിൻ്റെ 10, 20, 30 കൊല്ലം സർവീസായവർക്ക് കൊടുക്കാൻ വലിയ പടി. KSRTC പെൻഷൻകാർക്ക് ആർക്കും കടം ചോദിച്ചാൽ പോലും തരൂല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ അൺഫിൽറ്റഡ് ഡിസൂസ കൂടിയുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിൽറ്റഡ്, ഈ മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻകാരെ പോലെ തന്നെ KSRTCയിലെ പെൻഷൻകാർക്കും തുല്യനീതിക്ക് അർഹരാണ് എന്നുള്ളതാണ്. പക്ഷേ സർക്കാരിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയാണ് ഈ വർഷങ്ങളോളം KSRTCക്ക് വേണ്ടി പണിയെടുത്ത വയോജനങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ അടക്കം സമരം ചെയ്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 13 വർഷമായി പെൻഷൻ പരിഷ്കരണം KSRTCയിൽ മാത്രം നടപ്പിലാക്കിയില്ല എന്നത് തീർത്തും അപഹാസ്യമല്ലേ അൺഫിൽറ്റഡ്? അശ്വതി, തീർച്ചയായും ശമ്പള വിതരണം പോലെ തന്നെ KSRTCയിൽ പെൻഷൻകാരുടെ കാര്യത്തിലും അപാകതകൾ ഏറെയാണ്. ഏകദേശം 45,000-ഓളം പെൻഷൻകാരാണ് KSRTCയിലുള്ളത്. ഇവർക്ക് പെൻഷൻ വിതരണത്തിലൂടെ സർക്കാരിന് പ്രതിമാസം 72 കോടി രൂപയാണ് ചെലവ് വരുന്നത്. ഈ 2017 വരെ നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴിയായിരുന്നു പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2017 ആയപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ഒരു കൺസോർഷ്യം, സഹകരണ സംഘങ്ങളുടെ ഒരു കൺസോർഷ്യം രൂപീകരിക്കുകയും അങ്ങനെ സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ നൽകുകയും ചെയ്തു. അപ്പോഴും മാസം തിരിച്ചടവ് സർക്കാരാണ് ബാങ്കുകൾ
ആളുകൾക്ക് നൽകേണ്ടത്. അതിൽ തന്നെ 4.5 കോടി രൂപയോളം സർക്കാരിന് ചെലവ് വരുന്നു പലിശ ഇനത്തിൽ മാത്രം. ഇങ്ങനെ മാസം തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്കുകൾ ഇവർക്ക് പെൻഷൻ നൽകാതായി. അങ്ങനെ പെൻഷൻ നൽകാതായപ്പോൾ ഇവർ പെൻഷൻകാർ കോടതിയെ സമീപിക്കുകയും കോടതി ഒരു നിർണായക ഉത്തരവിടുകയും ചെയ്തു. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ KSRTC പെൻഷൻകാർക്ക് പെൻഷൻ നൽകിയേ പറ്റൂ. ആ ഉത്തരവിന് ശേഷം ഇപ്പോൾ ഏറെക്കുറെ മുടങ്ങാതെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വളരെ തുച്ഛമായ തുകയാണ് ഏറെക്കുറെ ബഹുഭൂരിഭാഗം പേരും വാങ്ങുന്നത്. 2000, 3000, 4000, അതായത് 10,000-ൽ താഴെയാണ് പല കാറ്റഗറിയിൽപ്പെട്ട ജീവനക്കാർ ഇപ്പോഴും പെൻഷൻ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ എക്സ്ഗ്രേഷ്യ എന്ന രീതി, അതായത് 10 വർഷം സർവീസ് പൂർത്തിയായില്ല എന്ന പേരിൽ കുറേ അധികം പേർ, ഏകദേശം 2000-ലധികം പേർ ഇപ്പോഴും വാങ്ങുന്നത് 1350 രൂപയാണ്. പക്ഷേ ഇവരിൽ ഏറെയും 16, 17 വർഷം പൂർത്തിയായവർ, സർവീസ് ഉള്ളവരാണ്. അതായത് 1350 ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ തുക പോലും ഇവർക്ക് ലഭിക്കുന്നത് വളരെ തുച്ഛമായ തുകയാണ്. പലർക്കും മരുന്ന് വാങ്ങാൻ പോലും കഴിയുന്നില്ല. വളരെ ദയനീയ അവസ്ഥയാണ് നമ്മൾ പല KSRTC പെൻഷൻകാരെയും ഒക്കെ സമീപിച്ചപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവർ DA, അതായത് ക്ഷാമ ആശ്വാസം എന്നത് ഇവർക്ക് 2016 മുതൽ കിട്ടുന്നില്ല. അതുകൊണ്ട് പലരും ഈ ബേസിക് സാലറി, ബേസിക് പെൻഷൻ, അതായത് അടിസ്ഥാന പെൻഷൻ മാത്രമാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നിരവധി തന്നെ സർക്കാരിനെ, മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട് ഈ ദയനീയാവസ്ഥ പറഞ്ഞുവെങ്കിൽ പോലും കൃത്യമായി ഇടപെടൽ. വാർത്തയുടെ വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. ഇടവേള.